റാം നാരായൺ റാം. മൂലാധാരയിലുള്ള ബീജം 56 അണുപരമാണുക്കളുടെ ഐക്യത്തിലൂടെ സ്വയം സ്ഫുരിക്കുന്നതായിരിക്കുന്നു. അതേ മൂലാധാരത്തിലെ ബീജം മൂലമാണ് സർവദർശിയും മറ്റ് ശക്തികളും പ്രത്യക്ഷമാകുന്നത്. അതിനാൽ അവ എങ്ങനെ വികസിപ്പിക്കാം എന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. ആത്മീയതയുടെ കാര്യങ്ങൾ കേൾക്കുന്നതിനായി ആദ്യം മനസ്സിനൊരു മണ്ണ് ഒരുക്കണം. ആദ്യമായി കേൾക്കുമ്പോൾ ഇവ ആവിഷ്കാരരഹിതമായി തോന്നാം. ഗോപി കഴിക്കാൻ മുമ്പ് ഥാപ്പയെക്കുറിച്ച് കേൾക്കേണ്ടതുണ്ട്. ഥാപ്പയുടെ വയലിൽ ഗോപിയെ നടുമ്പോൾ അത് കാണാൻ വിഷമം തോന്നാം. എന്നാൽ അതേ സ്ഥലത്ത് വലിയ ഗോപികൾ വളരുന്നു. പുതുതായി ജനിച്ച ഒരു കുഞ്ഞിനെ, രക്തത്തിൽ മൂടപ്പെട്ട കുഞ്ഞിനെ ഉടൻ കെട്ടിപ്പിടിച്ചു മുടിയാൻ കഴിയില്ല. ആളുകളെ അമ്പരപ്പിക്കുന്നതായ നിരവധി കാര്യങ്ങൾ ആത്മീയതയിലുണ്ട്. എന്നാൽ തത്വത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ മുമ്പ് ഒരു പുനാദി നമുക്ക് ഒരുക്കേണ്ടതുണ്ട്. തത്വം എന്ന് പറയുന്നത് കേൾക്കുന്നതിനായി ആദ്യം ചില അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളൊക്കെ ഒരു തൂക്കി നിറക്കുന്ന കടുകുപോലെ അനവധി അണുപരമാണുക്കളുമായിരിക്കുന്നു. ഒരു വയലിൽ ഒരു തൂക്കി കടുക് വിതറിയാൽ എങ്ങനെ ചെടികൾ വളരും എന്ന് കാണാം. നമ്മുടെ ശരീരത്തിലും അതുപോലെ കടുകുപോലെ ഉള്ള ഗ്രന്ഥികളുണ്ട്. എന്നാൽ അതിനെ നാം ഉപേക്ഷിച്ചിരിക്കുന്നു, ഉപയോഗത്തിലില്ല. ഒരു വയലിൽ വിത്ത് വിതച്ചാൽ ആദ്യം അത് മനോഹരമായി തോന്നാറില്ല. എന്നാൽ ചെടികൾ വളരുമ്പോൾ അതിൻ്റെ സൗന്ദര്യം കാണാം. പൂവുകൾ നിറഞ്ഞപ്പോൾ അതിനെ നോക്കി നിൽക്കാൻ ആഗ്രഹം തോന്നും. അവയെ ചതച്ചു കഴിക്കാനും കഴിയും. ഇവ രണ്ടിനും വ്യത്യാസമുണ്ട്. നാം അതിനെ ചതച്ചു കഴിക്കുകയൊന്നു, പക്ഷേ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല. അവയെ എങ്ങനെ വളർത്തിക്കോളാം, അതിനുള്ള നിയമങ്ങൾ എന്താണ് എന്നതറിഞ്ഞേ പറ്റൂ.